മേഘ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും നിയമസഭയിൽ അടി തുടങ്ങിയെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് വീണ്ടും ഈ ഒരു വിഷയം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ഭരണപക്ഷം സോണിയാഗാന്ധിയെയും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഈ വിഷയം ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പറയുന്നത് പോലെ വി ഡി സതീശൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ബാക്കിയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഇത്രയും വലിയൊരു വിഷയത്തിൽ ഊരിപ്പോരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത് എന്നാണ്. അതിനേക്കാളുപരി പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പ്രചരിച്ചു എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ കണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നില്ലല്ലോ എന്നുള്ളത്. ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ലെങ്കിലും നിയമസഭയിൽ ഇതിന്റെ ഈ ഒരു പോർവിളി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായില്ലേ? എനിക്കിപ്പോ CPM-കാരുടെ കാര്യം ആലോചിച്ചിട്ട് പാവം തോന്നുന്നു. ഒരു പ്രശ്നമായിക്കോട്ടെ, രണ്ട് പ്രശ്നമായിക്കോട്ടെ, എന്ത് ചെയ്താലും പ്രശ്നമാകുന്ന ഒരു വൃത്തികെട്ട അവസ്ഥയിലൂടെയാണ് ഈ പറയുന്ന എല്ലാ CPM-കാരും ഇടതുപക്ഷം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ടായി. കുറച്ചു പേർക്ക് അറിയാവുന്ന CPM-നുള്ളിൽ തന്നെ കുറച്ചു പേർക്ക് അറിയാവുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതിന്റെ പേരിൽ എല്ലാവരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പൊ നിയമസഭയിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ള VD സതീശനും പ്രതിപക്ഷ നേതാവായ VD സതീശനും അതുപോലുള്ള ബാക്കി നേതാക്കളും ഉറപ്പായും പ്രതികരിക്കും. ഇതിപ്പോ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് ഭരണകാലത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ, അവരാണ് ഇത് ചെയ്തതെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം ഇതിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭയിൽ വലിയ കയ്യാങ്കളിയും ഡാൻസും ക്യാബറയൊക്കെ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രശ്നമൊന്നും ഇപ്പൊ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷം ശബ്ദമുയർത്തുമ്പോൾ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഒക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ കാണിക്കുന്നത്? അപമര്യാദയല്ലെന്നൊക്കെ ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ ചിരി വരും. എന്തായി കാണിക്കുന്നത്? പറയുന്നതിനെങ്കിലും ഒരു മാന്യത വേണ്ടേ? ഡാൻസ് കളിക്കുന്ന പ്രതിപക്ഷമാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്ന കാര്യം ശിവൻകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്ന ഒരു സാഹചര്യത്തിൽ. അതെ ഹർഷ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനോ ഹർഷയോ ചെയ്ത ഒരു തെറ്റ് നാളെ മറ്റൊരാൾ ചെയ്യുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് അയാളെ കുറ്റം പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ഉടുപ്പ് തോന്നില്ലേ? ഞാനും ചെയ്തില്ലേ? അതുപോലും തോന്നാത്ത രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചല്ല, ഈ നിയമസഭയിൽ പ്രതിപക്ഷം കോൺഗ്രസ് അല്ല വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും ഇത് ചെയ്യുമായിരുന്നു. ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. കാരണം നമുക്കറിയാം SIT സംഘത്തിന്റെ അന്വേഷണം നന്നായി പോകുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് ജാമ്യം നേടി ഈ പറഞ്ഞ പ്രതികളെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കില്ലേ? ഇപ്പോൾ പ്രതിപക്ഷം ചോദിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾ ചോദിക്കില്ലേ? നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ആദ്യം കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാതെ ഇതാണ് കേസിന്റെ ഗതി അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാതെ നിലപാട് അറിയിക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ ആരോപണ വിധേയരായ പലരെയും പുറത്താക്കാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്നത്. അത്ര പോലും ചെയ്യാത്തൊരു പാർട്ടി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്ത് മോശം പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം. സംഭവം മൊത്തത്തിൽ കോമഡിയാണ്. ഇപ്പൊ സഭാ നടപടി ഇന്ന് രാവിലെ നമ്മുടെ സീനിയർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ, സഭാ നടപടികൾ കിട്ടുവാണെങ്കിൽ വീഡിയോ എടുത്ത്, കാരണം അറിയാം ഇപ്പൊ വളരെ ഹാപ്പനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ VD സതീശൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സോണിയാഗാന്ധിയായിട്ടുള്ള ഫോട്ടോ എടുത്തു വെച്ച് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫോട്ടോയെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തി, കള്ളം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള മനുഷ്യരെ സുഹൃത്തായി കണ്ട് സുഹൃത്തുക്കളായി കൂടെ നിർത്തി ഇതെന്റെ സുഹൃത്താണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് നമുക്കറിയാം. ഇപ്പൊ നമ്മള് തമാശക്കൊക്കെ പറയും മുഖ്യമന്ത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് അതിന്റെ വസ്തുത അറിയാം. ഇങ്ങനെ ആയിരിക്കാം, നേരിട്ട് അവർ തമ്മിൽ ഇടപാടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നത്. അവിടെ എത്തിപ്പെട്ടു, സോണിയാഗാന്ധിയെ കണ്ടു. ഇപ്പോൾ എനിക്ക് സോണിയാഗാന്ധിയെ കാണണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ ഞാൻ ആരുമായിട്ട് സംസാരിച്ച് ആരെങ്കിലുമായിട്ടും ഒക്കെ കൺവിൻസ് ചെയ്തൊക്കെ ഞാൻ പോയി കാണുമല്ലോ. അതുപോലൊരു സംഭവമാണ് ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റണമെന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് കാണാൻ പറ്റി. അത് മറ്റു പല നേതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ്. ഇത് തന്നെയാണ് പറയുന്നത്. ബാക്കി നേതാക്കളുമായിട്ട് ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ വ്യക്തി കേന്ദ്രീകൃതമായി ഈ കേസ് പോകാതെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം
ഒരുമിച്ച് നിന്ന് ഒരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ അവരുടെ മതവികാരത്തെ ഒക്കെ വ്രണപ്പെടുത്തുന്ന ഒരു കേസാണിത്. അപ്പൊ അതിനെ ഒറ്റക്കെട്ടായി നിന്ന് നേരിടുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒപ്പം നിന്ന് ഭരണപക്ഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇടതുപക്ഷം ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ശരിയാണ്, നമുക്ക് ഈ കേസ് കൃത്യമായി തന്നെ കൊണ്ടുപോകണം, ആരോപണ വിധേയരെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ്, അവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞൊരു നടപടി എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും പ്രതിരോധത്തിലാകില്ലായിരുന്നു പാർട്ടി. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു നടപടി എടുക്കണമെങ്കിൽ പാർട്ടി കുറച്ചുകൂടി വിയർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, അതായത് തമാശയുള്ള ഒരു മറ്റൊരു കാര്യം കൂടി നടന്നത്, ഇതൊരു ബജറ്റ് സെഷൻ ആണെന്ന് നിങ്ങൾ ആരും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് KN ബാലഗോപാൽ രംഗത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ബെല്ലാരിയിൽ സ്വർണ്ണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിയിലേക്ക് വിഷയം എത്തിച്ചു നിർത്തുന്നത്, അതായത് ബജറ്റിൽ തുടങ്ങി വീണ്ടും സ്വർണ്ണക്കൊളയിൽ എത്തിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ ചെയ്ത് തെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കള്ളൻ ഒരിക്കലും താൻ കള്ളനാണെന്ന് പറയില്ല. അവർ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഞാൻ കള്ളനല്ല എന്നുള്ള വാക്കായിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് സംസാരിച്ചാലും ഏതൊരു വിഷയം എടുത്തിട്ടാലും ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിൽ കൊണ്ടുവന്ന് ഇത് എത്തിക്കുന്നത് ഒരിക്കലും പ്രതിപക്ഷമല്ല, അതിനപ്പുറത്തേക്ക് ഭരണപക്ഷം തന്നെയാണ് ആദ്യം ഇത് ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. ഇവർ സോണിയാഗാന്ധിയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം ഇത്രയേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പോലും ചോദിച്ചു പോകുന്നൊരു ചോദ്യം. കൃത്യമായി ഇതിനെ ഉപയോഗിച്ച് വോട്ടാക്കാൻ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരത് ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ കടന്നാക്രമിക്കുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നാക്രമിക്കുന്നത്, വ്യക്തിഹത്യ ചെയ്യുന്നതും ഈ പറയുന്ന പ്രതിപക്ഷത്തിലിരിക്കുന്ന പല നേതാക്കന്മാർക്കുമെതിരെ ഭരണപക്ഷത്തുള്ള നേതാക്കന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ മന്ത്രിമാര് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് തങ്ങൾ തന്നെയാണ് നിൽക്കുന്നതെന്ന ബോധ്യം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് ഈ ഇരുട്ടുകൊണ്ട് കൂട്ടിയടക്കുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭയിൽ നമ്മുടെ ഭരണപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം വന്നാലും അത് ശബരിമലയിൽ ഞങ്ങളല്ല ഇത് ചെയ്തത്, നിങ്ങളല്ലേ ഇത് ചെയ്തത്, നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോ, ഒരു ഫോട്ടോ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. CPM-മായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ CPM-ന്റെ പലരും ഇന്ന് ജയിലിൽ കിടക്കുകയാണ്, പലരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു, പലരും പ്രതിസ്ഥാനത്താണ്, പലരും സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ളതാണ്. ഇതൊന്നും ഇവർ നോക്കുന്നില്ല. മറിച്ച് കോൺഗ്രസിലെ രണ്ടുപേരുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഫോട്ടോ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മേഘ പറഞ്ഞതുപോലെ ശിവൻകുട്ടി ചെയ്ത പല കാര്യങ്ങളും അതിന്റെ പകുതി പോലും ചെയ്യാത്ത പ്രതിപക്ഷത്തിനെ അദ്ദേഹം പോലും കളിയാക്കുന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിൽ എല്ലാം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് രാഷ്ട്രീയമല്ല സ്വന്തം താല്പര്യം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പോലും ക്രൂശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൽ ഇദ്ദേഹം സംസാരിക്കുന്നത് മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയാതെ പറയുന്ന നിലയിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും അവർക്ക് പറയാനില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ ഈ പറയുന്നത് പോലെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ പാകത്തിനുള്ളതൊന്നും ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഭരണപക്ഷം ആരോപിക്കുന്നത് പോലെ സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ, അടൂർ പ്രകാശിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ പോലും ഈ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പോലും അവരെ ഒന്നും സംരക്ഷിക്കാൻ തയ്യാറാകില്ല. അതെ, തീർച്ചയായിട്ടും ഉറപ്പായും അവർക്കെതിരെ നടപടിയെടുക്കും. തെളിവ് വരികയാണെങ്കിൽ, തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നടപടിയെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാ കാലത്തും ആരോപണ വിധേയർക്കെതിരെ നടപടി എടുത്തിട്ടുള്ള, അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ് VD സതീശൻ. അപ്പൊ ആ ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിഷേധ നടപടിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത്രയും ആർജവത്തോടെ പ്രതിഷേധിക്കാനും ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി കുറിക്കൊള്ളുന്ന മറുപടി കൊടുക്കാനും കഴിയുന്നത് ആ ഒരു നിലപാടെടുക്കാനുള്ള ആർജവം കൊണ്ടാണ്. അതെ, ഇവിടെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, അതായത് CPM അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അത്രയും അവരുടെ നേതൃത്വത്തിലാണത് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിലെ ഈ നിങ്ങൾ തന്നെ ആരോപിക്കുന്ന ഈ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നില്ല? ആർജവം കാണിക്കട്ടെ, ചോദ്യം ചെയ്യട്ടെ. ഈ പറയുന്ന ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് പോലും അയച്ചിരിക്കുന്ന ഇവർക്ക് ആർക്കുമെതിരെ അയച്ചിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറിച്ച് CPM-ൽ ഇന്നിരിക്കുന്ന പല നേതാക്കന്മാർക്കും, ഇന്നും സജീവമായി നിൽക്കുന്ന പല നേതാക്കന്മാർക്കെതിരെയും നോട്ടീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴായി ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ തെറ്റുകാരാരാണെന്നുള്ളത് സ്വയം ചിന്തിക്കുക. എത്രയൊക്കെ തങ്ങളല്ല എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മുൻപിൽ തെളിവുകൾ, ഇതുവരെയുള്ള തെളിവുകളിൽ CPM തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ, അത് തെളിയിക്കണമെങ്കിൽ കുറച്ചുകൂടി വിയർക്കും എന്നുള്ളത് തന്നെയാണ്.